അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് KC മുഹമ്മദ് മൗലവി, വേദിയിലുള്ള മറ്റു കാരണവന്മാരെ, KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സംഗമത്തിൻ്റെ സമാപന വേളയിലാണ് നാം ഉള്ളത്. ഈ സംഗമം രണ്ട് കാരണത്താലാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ സമ്മേളനം ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ നടന്നു വരികയാണ്. ആ പ്രചാരണത്തിന് കൂടുതൽ ഫലപ്രദമാക്കുക എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതോടൊപ്പം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ച സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ആ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് വാങ്ങിയ പഠിതാക്കൾക്കുള്ള സമ്മാന വിതരണവും, അതോടൊപ്പം ഈ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ മഹത്വവും പ്രാധാന്യവും സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരവസരം എന്ന നിലക്ക് ആ പഠനത്തിലേക്ക് ആളുകളെ താൽപര്യപ്പെടുത്തുക എന്നതുകൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് 4 മണിക്ക് ആരംഭിച്ച ഈ സംഗമത്തിൽ വളരെ പ്രൗഢമായ ഫലപ്രദമായ ക്ലാസുകൾ ഈ വിഷയങ്ങളിലേക്ക് വെളിച്ചം നൽകിക്കൊണ്ട് നമ്മൾ കേട്ടുകഴിഞ്ഞു. ബഹുമാന്യനായ സുഹൃത്ത് ഹാരിസ് ബിനു സലീം പറഞ്ഞു വെച്ച ഒരു വാചകത്തിൽ നിന്നാണ് എനിക്കും തുടങ്ങാനുള്ളത്. മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഈ QHLS സംഗമം നമ്മുടെ പ്രവർത്തന രംഗത്ത് ഒരു പുതിയ ഉണർവും അതോടൊപ്പം തന്നെ ഗുണകരമായ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വരാനുള്ള ഒരു കാരണവുമാകണം എന്ന് തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതൊരു പ്രവർത്തനം നടന്നാലും ആളുകൾ പ്രതീക്ഷിക്കുന്നത് ദീനാണ്. പല മറ്റു സംഘടനകളുടെയും ഖുതുബകൾക്ക് പോകുന്ന ആളുകൾ, അവരുടെ പള്ളികളിൽ പോകുന്ന ആളുകൾ നമ്മുടെ പള്ളിയിൽ അവിചാരിതമായി ഒന്ന് എത്തിയാൽ വീണ്ടും നമ്മുടെ പള്ളി അന്വേഷിച്ചുകൊണ്ട് അവർ വരും. കാരണം നമ്മുടെ പള്ളിയിൽ വന്നാൽ ഒരു ഖുർആനിന്റെ ആയത്ത് കേൾക്കാം, ഒരു ഹദീസ് കേൾക്കാം, ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും ഭാഗങ്ങൾ പഠിക്കാം, ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ഹുക്കുമോ ഒരു മതവിധി മനസ്സിലാക്കാം. അത് കിട്ടണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ പോകണം എന്ന് നമ്മളല്ലാത്ത ആളുകൾ പോലും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു പ്രബോധന പ്രവർത്തനത്തിൽ നിന്നും, ഏതൊരു ക്ലാസ് ആകട്ടെ, പരിപാടിയാകട്ടെ, അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ജനങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, അതല്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നാളെ മരിച്ചു പോകുമ്പോൾ അവരുടെ ഖബറുകളിലേക്ക് കൊണ്ടുപോകാൻ
ഒരമല് നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് ലഭിക്കണം. അത് ലഭിക്കാതെ മറ്റെന്തെങ്കിലും ഒരു ആവഭാവങ്ങളോടുകൂടി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി ഒരു വിജയാഘോഷത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകേണ്ടവരല്ല നമ്മൾ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ ബാച്ചുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ആരംഭിക്കണം. തുടങ്ങിവെച്ച സ്ഥലങ്ങളിൽ ഫലപ്രദമാക്കണം. വെറും സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ പുരുഷന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം. ക്ലാസുകൾ എടുക്കുന്ന അധ്യാപകർ കുറച്ചുകൂടെ അത് പ്രിപ്പയർ ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് യാതൊരു നിലക്കുള്ള ഭംഗവും വരാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ സമ്മേളനങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു പതിവ് ശൈലി, സ്ഥിരമായി നടക്കുന്ന ഇത്തരം പരിപാടികളിലേക്ക് കൂടി ആളുകളെ കൊണ്ടുവരാൻ നമ്മുടെ സമ്മേളന പ്രചാരണ പ്രവർത്തനങ്ങൾ നാം ഉപയോഗിക്കാറാണ് പതിവ്. ഒരു പ്രദേശത്ത് നമ്മളൊരു വഴല് വെക്കുകയാണെങ്കിൽ, ഒരു സമ്മേളന പ്രചരണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ക്യാമ്പയിൻ പ്രചാരണത്തിന്റെ ഭാഗമായി ഒരു പ്രസംഗം വെക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എന്ത് പറയും? ഇതാ ഇവിടെ സലഫി മദ്രസയുണ്ട്. ഈ ശിർക്കും ഖുറാഫാത്തും പഠിപ്പിക്കുന്ന മദ്രസയിലേക്ക് നിങ്ങളെ കുട്ടികളെ പറഞ്ഞേൽപ്പിക്കരുത്. ഈ മദ്രസയിലേക്ക് വന്നാൽ നിങ്ങളെ കുട്ടികൾക്ക് ശരിയായ തൗഹീദ് കിട്ടും എന്ന് ആ മദ്രസയെ നമ്മൾ പരിചയപ്പെടുത്തും. അതുപോലെ ഇപ്പുറത്തൊരു QHLSന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അവിടെ വന്നാൽ നിങ്ങൾക്ക് ഖുർആനും ഹദീസും ശരിയായ രൂപത്തിൽ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുക. ഇതാ മാസത്തിൽ ഇവിടെ തിരൂർ ഇന്ന ഓഡിറ്റോറിയത്തിൽ ഒരു വിജ്ഞാനവേദി നടക്കുന്നുണ്ട്. ആ വിജ്ഞാനവേദിയിൽ വന്നാൽ നിങ്ങൾക്ക് മതപരമായ വിഷയത്തെപ്പറ്റി ഒരു അവഗാഹം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ഒരു പള്ളിയുണ്ട്. അവിടെ ജുമുഅക്ക് വന്നാൽ നിങ്ങൾക്ക് ദീന് പഠിക്കാം. അപ്പുറത്തൊരു സലഫി സെന്റർ ഉണ്ട്. അവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ CD-കളും പുസ്തകങ്ങളും ലഭിക്കും. ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വേദി എന്ന് പറയുന്നതാണ് നമ്മുടെ സമ്മേളന പ്രചരണം. അതേപോലെ തന്നെ നമ്മുടെ വഴലുകൾ, പ്രഭാഷണങ്ങൾ. എന്തിന് സമ്മേളനം? ഈ ചോദ്യം ആവർത്തിച്ച് നാം നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ നടന്ന ആ മഹാസമ്മേളനം, ദൈവം ഒന്ന് മാനവരൊന്ന് എന്ന ആ വിഷയത്തിൽ അന്നതിന്റെ പ്രവർത്തനങ്ങളുമായി തൃശൂർ നഗരത്തിൽ ചുറ്റി നടക്കുമ്പോൾ ബാഡ്ജ് പോക്കറ്റിലുണ്ടായതുകൊണ്ട് അവിടെയുള്ള കടക്കാര് ചോദിച്ചു, ആ ഞായറാഴ്ച ദിവസം ഉച്ചയായപ്പോൾ എപ്പോഴാണ് നിങ്ങളെ പ്രകടനം തുടങ്ങുന്നത്? ഇത്രയും ജനങ്ങൾ കൂടിയിട്ട് എപ്പോഴാണ് നിങ്ങളെ പ്രകടനം? അതൊന്ന് കാണണം അവർക്ക്. അല്ലെങ്കിലോ നേരത്തെ കട പൂട്ടി പോകണം, എപ്പോ പൂട്ടണം നോക്കാൻ. ഞങ്ങൾ പറഞ്ഞു ഇല്ല, പ്രകടനമില്ല. ഇത്ര ആള് കൂടിയിട്ട് പ്രകടനം ഇല്ല. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെന്തിനാ ഈ സമ്മേളനം? അയാൾ ചോദിക്കുക, പിന്നെന്തിനാണ് ഈ സമ്മേളനം? അപ്പൊ സമ്മേളനം എന്ന വാക്ക് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ ആൾക്കൂട്ടത്തെ കാണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്ന ഒരു ചിന്തയാണ്. കാരണം അങ്ങനെയാണ് പലരും നടത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമ്മേളനം അതിനുള്ളതല്ല. എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും നേടിയെടുക്കുവാനുള്ള ഒരു തുരുപ്പ് ചീട്ടായി നമ്മൾ സമ്മേളനത്തെ കാണാറില്ല. മറിച്ച് ഈ സമ്മേളനം മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ പ്രമേയം വിശദീകരിച്ച് നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ പള്ളികളിലേക്കും നമ്മുടെ ഖുർആൻ ക്ലാസ്സിലേക്കും നമ്മുടെ വിജ്ഞാനവേദികളിലേക്കും ഒക്കെ, അതുപോലെ തന്നെ നമ്മുടെ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷനെ പോലെയുള്ള CRE കുട്ടികളുടെ പഠനശാലയിലേക്കൊക്കെ കുട്ടികളെയും സ്ത്രീകളെയും അവാലവൃദ്ധം ജനങ്ങളെയും ക്ഷണിച്ചു വിളിച്ചു കൊണ്ടുവരികാനുള്ള ഒരു വേദിയായി, അതോടൊപ്പം തന്നെ നമ്മുടെ ആദർശ പ്രബോധനത്തിന്റെ സംവിധാനങ്ങളെ പരിചയപ്പെടുത്തി അതിലൂടെ ഈ ജനങ്ങൾക്ക് ദീന് പഠിപ്പിക്കാനുള്ള ഒരു മാർഗമായ ഒരു നിമിത്തമായി കൊണ്ടാണ് സമ്മേളനങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഈ സമയത്തും നമ്മൾ ഈ ഒരു സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ സമ്മേളന പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായി എല്ലാ മണ്ഡലങ്ങളിലും ശാഖകളിലും ഇതിന്റെ പ്രചാരണ യോഗങ്ങൾ ഇനി നടക്കാത്ത സ്ഥലങ്ങളിൽ നടക്കണം. അവിടങ്ങളിലെല്ലാം നമ്മുടെ മദ്രസാ സംവിധാനം, നമുക്കറിയാം മദ്രസാ സംവിധാനം ഇന്ന് മെല്ലെ മെല്ലെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. നമ്മുടേത് എന്നല്ല ഞാൻ പറയുന്നത്. മതപഠനത്തോട് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും അതിരുകടന്ന കടന്നുകയറ്റം കാരണം
പലപ്പോഴും കുട്ടികൾ ആ ഭാഗത്തും തിരിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികളെ മതപഠനത്തിന്റെ ബോധത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ, അങ്ങനെ നമ്മുടെ ആ സമ്മേളന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇതിലൂടെ നമുക്ക് സാധിക്കണം. അങ്ങനെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഒരു ദഅ്വാ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ കടന്നു പോകേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. വിശുദ്ധ ഖുർആൻ സത്യമാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോവുകയില്ല. മറിച്ച് ആ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി നെഞ്ചിലേറ്റുകയും ജീവിതത്തിൽ പകർത്താൻ കഴിവിൻപടി ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി നിങ്ങൾ പ്രവേശിക്കണം. ഒരു വക്കിൽ നിന്നുകൊണ്ടല്ല നിങ്ങൾ ഇബാദത്തുകൾ എടുക്കേണ്ടത്. തൊണ്ട വരെയല്ല നിങ്ങളുടെ ഖുർആൻ പാരായണം ചെല്ലേണ്ടത്. നിങ്ങളുടെ ജീവിതവാസകലം, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും, നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക മൂല്യങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ മൂല്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. വലാ തത്തബിഉ, നിങ്ങൾ ഒരിക്കലും പിൻപറ്റി പോകരുത്, ഖുതുവാത്തിശ് ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകൾ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ വ്യക്തമായ ശത്രുവാകുന്നു, നിങ്ങളെ അവൻ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് മറ്റൊരായത്തിലും അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായി ഇസ്ലാമിനെ അംഗീകരിക്കുക, പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരാൻ ശ്രമിക്കുക. ഇങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് വിജയം ലഭിക്കുകയുള്ളൂ. എങ്ങനെയാണിത് പൂർണ്ണമായി വരിക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആയിഷാ ബീവി പറഞ്ഞല്ലോ, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം ഖുർആനിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെയായിരുന്നു. ഖുർആനിൽ എങ്ങനെയാണോ കുടുംബജീവിതം പറഞ്ഞത് അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഖുർആനായിരുന്നുവെന്നാണ്. അപ്പോൾ പ്രവാചകനെ പൂർണ്ണമായി അനുധാവനം ചെയ്യുന്നതിലൂടെയാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണം നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്നിടത്ത് നിന്ന് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്നിടത്തേക്ക് നമ്മൾ ഈ പാഠശാലയുടെ നാമം മാറ്റിയത്. നമസ്കരിച്ചാൽ പോരെ? ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. പോരാ, നമസ്കരിച്ചാൽ പോരാ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. ഹജ്ജ് ചെയ്താൽ പോരെ? പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? ഖുദൂ അന്നി മനാസികുക്കും, എന്നിൽ നിന്ന് ആ ഹജ്ജിന്റെ ഘടകങ്ങൾ നിങ്ങൾ പകർത്തേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് തോന്നിയതുപോലെ, അള്ളാന്റെ റസൂൽ കാണിച്ചതുപോലെയാണ് ഇസ്ലാമിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇസ്ലാം സമ്പൂർണമായി നടപ്പിലാകുന്നത്, ലോകത്ത് ഇസ്ലാം സമ്പൂർണമായി നടപ്പിലാകുന്നത്, ഞാൻ ആ വാചകത്തിന് അടിവരയിടുകയാണ്, ഭാഗികമായി നടപ്പിലാകുന്നതല്ല, സമ്പൂർണമായി ഇസ്ലാം ലോകത്ത് കടന്നു വരുന്നതിനെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, പ്രത്യേകിച്ച് സയനിസ്റ്റ് ലോബികൾ എന്നും എക്കാലത്തും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്കത് സഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാം സമ്പൂർണമായി, ഇവിടെ വിശുദ്ധ ഖുർആൻ സമ്പൂർണമായി പ്രയോഗവൽക്കരിക്കുന്നതിനെ ശത്രുക്കൾ എതിർക്കുവാനും ഭയപ്പെടാനുമുള്ള കാരണം, പ്രധാനമായുള്ള കാരണം രണ്ടെണ്ണമാണ്. അതിലൊന്ന്, സർവ ചൂഷണങ്ങളുടെയും വാതിലുകൾ ഇസ്ലാം കൊട്ടിയടക്കുന്നു എന്നതാണ്. എല്ലാ ചൂഷണങ്ങൾക്കും എതിരാണ് ഇസ്ലാം. പലിശ, ചൂതാട്ടം, ലൈംഗികമായ ആഭാസങ്ങൾ, സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കൽ, അതുപോലെ തന്നെ ഊഹക്കച്ചവടം, ഇങ്ങനെ തുടങ്ങി എല്ലാ ചൂഷണങ്ങൾക്കും, അതുപോലെ തന്നെ ആൾ ദൈവങ്ങളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ, ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെല്ലാം എതിര് നിൽക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം. മുതലാളിത്ത സംസ്കാരം ലോകത്ത് നിലനിൽക്കുന്നത് ഈ പറഞ്ഞ പലിശയുടെയും ലൈംഗികമായ ആഭാസത്തിന്റെയും സ്ത്രീകളുടെയൊക്കെ നഗ്നത വിറ്റുകാശാക്കിക്കൊണ്ടാണ് അവരുടെ എല്ലാ സംരംഭങ്ങളും ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇസ്ലാം ഇവിടെ സമ്പൂർണമായി കടന്നു വന്നാൽ ഇവർക്കൊരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ ഇസ്ലാമിനെ എന്നും ആരോപണങ്ങൾ കൊണ്ട് അവമതിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആരോപണം രണ്ടെണ്ണമാണ്. അതിൽ ഒന്നാമത്തെ ആരോപണം എന്താണെന്നറിയോ? ഇസ്ലാം പഴഞ്ചനാണ് എന്നതാണ് അവരുടെ ആരോപണം.
അതായത് കാലത്തിനൊത്ത ഒരു മതമല്ല ഇസ്ലാം, കാലത്തിനനുസരിച്ച് മാറ്റുന്ന ഒരു മതമല്ല, അത് പഴയ മതമാണ്, പഴഞ്ചനായ മതമാണ് എന്നാണ്. എന്താ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഇസ്ലാം പഴയതാണ്, പക്ഷെ എന്തല്ല, പഴഞ്ചനല്ല. വിശുദ്ധ ഖുർആൻ പഴയതാണ്, പക്ഷേ വിശുദ്ധ ഖുർആൻ ഒരിക്കലും പഴഞ്ചനല്ല. എന്താ കാര്യം? കാലത്തിനൊത്തു മാറ്റേണ്ട ദർശനം പ്രത്യേക കാലത്തേക്ക് മാത്രം ഉണ്ടാക്കിയതാണ് കാലത്തിനൊത്തു മാറ്റേണ്ടത്. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ദർശനമാണെങ്കിൽ അത് തൊട്ടടുത്ത കാലം വരുമ്പോൾ അതിനനുസരിച്ച് പരിവർത്തിപ്പിക്കേണ്ടി വരും. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ദർശനം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരെയും മുന്നിൽ കണ്ടുകൊണ്ട് കാലത്തിന്റെ നാഥനായ പടച്ചതമ്പുരാന്റെ ദർശനമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത് മാറ്റേണ്ടതില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നന്മ ഏതാണോ ആ നന്മ ഖിയാമത്ത് നാൾ വരെയും നന്മയായി പ്രോജ്വലിച്ചു നിൽക്കും. അതുപോലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ തിന്മയാണെന്ന് പറഞ്ഞ ഒരു കാര്യം ഖിയാമത്ത് നാൾ വരെയും അത് തിന്മയായി തന്നെ നിലകൊള്ളും. കാരണം എന്താ? മനുഷ്യനിർമ്മിതമായ ദർശനങ്ങളാണെങ്കിൽ കാലത്തിനൊത്ത് പരിവർത്തിപ്പിക്കേണ്ടി വരും. കാരണം വർത്തമാന കാലത്ത് നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ അല്ലാഹു ഇസ്ലാമിനെ അവതരിപ്പിച്ച പടച്ചതമ്പുരാൻ ത്രികാലജ്ഞാനിയാണ്. കഴിഞ്ഞു പോയതറിയാം, നടന്നുകൊണ്ടിരിക്കുന്നതറിയാം, ഇനി എന്താണ് ലോകത്ത് നടക്കാനുള്ളതെന്നറിയാം, ഏതൊക്കെ ഹൈടെക് യുഗം ലോകത്ത് വരുമെന്നറിയാം, ഏതൊക്കെ സ്വഭാവത്തിലേക്ക് ജനങ്ങൾ മാറിമറിയുമെന്നറിയാം. ഇതെല്ലാം അറിയുന്ന പടച്ചതമ്പുരാൻ ഇറക്കിയ ഈ വിശുദ്ധ ഖുർആൻ കാലത്തിനൊത്ത് പരിവർത്തിപ്പിക്കേണ്ടതില്ല. അത് കാലത്തിന്റെ മുന്നിൽ നടക്കുന്ന ദർശനമാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അതിന്റെ പഴഞ്ചനാണ് എന്ന് വിളിച്ച് ആക്രമിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വസ്തുനിഷ്ഠമായി ഇന്ന് ഖുർആനിന് എതിരാണെന്ന് തെളിയിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഹദീസുകളും തന്നെ ഹദീസിന്റെ പ്രയോഗങ്ങളെ സംബന്ധിച്ചും അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് ഇതിന്റെ ഈ രംഗത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നമുക്കറിയാം, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സുലഹ അവ്വലുഹു. ലാ യസ്ലഹു നന്നാവുകയില്ല ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാർ നന്നാവുകയില്ല, ഇല്ലാ ബിമാ സുലഹ അവ്വലുഹു, ആദ്യകാലക്കാർ എന്തൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാരും നന്നാവുകയുള്ളൂ. എന്താണ് അതിന്റെ അർത്ഥം? എത്ര ലോകം പുരോഗമിച്ചാലും ആ മനുഷ്യരെ മാറ്റിയെടുക്കുവാൻ വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ കൊണ്ടും മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ്. അതാണ് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നവോത്ഥാനത്തിന്റെ ആയുധമായി വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയുമാണ് നമ്മുടെ ദീർഘദീർഘകളായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ കേരളക്കരയിൽ ഉപയോഗിച്ചത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ മാത്രമേ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഒരാരോപണം പഴഞ്ചനാണ്, ഇത് യാഥാസ്ഥികത്വമാണ് ഖുർആൻ എന്നാണ് ശത്രുക്കളുടെ ഒരാരോപണം. ഒരിക്കലും അല്ല. ഖുർആനിലുള്ളത്, ഹദീസിലുള്ളത് പഴഞ്ചനല്ല, യാഥാസ്ഥികത്വമല്ല, നവയാഥാസ്ഥികത്വമല്ല. അത് എല്ലാ കാലത്തും ഉയർന്നു നിൽക്കുന്ന ദർശനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതവർ പറയുന്ന ഒരു ആരോപണം ഇസ്ലാം തീവ്രവാദമാണ് എന്ന്. ഇസ്ലാമിലേക്ക് ആളുകൾ അടുത്തു വരാതിരിക്കാൻ ശത്രുക്കൾ എന്നും മെനഞ്ഞുണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം ഇസ്ലാം തീവ്രവാദമാണ് എന്ന്. അപ്പൊ ആളുകൾ അടുക്കൂലല്ലോ. പക്ഷെ തിരിച്ചാണ് സംഭവിച്ചത്. അത് വെച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചവർ പലരും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് വേറെ വിഷയം ഇല്ലേ. ഇന്ന് ആ തീവ്രവാദമാണ് എന്ന പദപ്രയോഗത്തിന് കുറച്ചുകൂടി സമുദായത്തിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇതാ സമുദായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാം അതിരുകവിച്ചിലിന്റെ മതമാണ് എന്ന്. എന്നാൽ അതിരുകവിച്ചിലിന് എതിരായി സംസാരിച്ച മതമാണ് ഇസ്ലാം. ഖുൽ, നബിയെ പറയുക, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ്, ഏ അഹ്ലുൽ കിതാബിന്റെ ആളുകളെ, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഒരിക്കലും തന്നെ അതിരുകവിയാൻ പാടില്ല. ഗൈറൽ ഹഖ്, സത്യവിരുദ്ധമായി, സത്യത്തിന് വിരുദ്ധമായി നിങ്ങളുടെ മതത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ അതിരുവിട്ടു പോകരുത് എന്ന് ശക്തമായി പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ? ലാ തഗ്ലൂ അഥവാ അതിരുകവിച്ചൽ എന്നതിന് പ്രയോഗിച്ച പ്രയോഗം ഒലുവ് എന്ന പ്രയോഗമാണ്. ഒലുവ് ഇസ്ലാമിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ത്രിയേകത്വം എന്നത് ഒലുവാണ്. വേദഗ്രന്ഥത്തെ തിരുത്തി എന്നത് ഒലുവാണ്. അതുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ നിങ്ങൾ ഒരിക്കലും തന്നെ പ്രവാചകനെ നിങ്ങൾ വിശേഷിപ്പിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്തത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി
പിൻപറ്റുക എന്നത് ഒരിക്കലും തന്നെ ഒലുവല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിലുള്ളതിനെ പിൻപറ്റുന്നത് ഒലുവല്ല. ഇസ്ലാമിലില്ലാത്തത് ഇസ്ലാമിന്റെ പേരിൽ വെച്ചുകെട്ടി ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ അതിരുകവിച്ചിലെന്ന് പറയുക. ഒരാൾ 5 വക്ത് നമസ്കരിക്കുന്നുവെങ്കിൽ അത് ഒലുവല്ല. എന്നാൽ 6 വക്ത് നമസ്കാരമുണ്ട് എന്നൊരാൾ പറയുകയും അത് നിർബന്ധമായി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് ഒലുവാണ്. ഒരുപാട് റമദാൻ മാസത്തിലെ 30 ദിവസം നോമ്പ് നോറ്റാൽ അതൊരിക്കലും അതിരുകവിച്ചിലല്ല. എന്നാൽ ഞാൻ 40 ദിവസമാണ് നോമ്പ് നോൽക്കുന്നത് ഒരാൾ പറഞ്ഞാൽ അത് അതിരുകവിച്ചിലാണ്. അതിനെയാണ് നമ്മൾ അതിരുകവിച്ചിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരാള് തന്റെ നിസാബ് പരിഗണിച്ചുകൊണ്ട് കണക്ക് കൂട്ടി കൃത്യമായി സമയാസമയം സക്കാത്ത് കൊടുത്താൽ അത് ഉലുവല്ല. എന്നാൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയില്ലാത്ത ഒരാള് ഓവർ ടൈം പണിയെടുത്ത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കാശുണ്ടാക്കാൻ പോയാൽ അത് ഉലുവാണ്. അങ്ങനെ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ തടി കൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിയുന്ന ഒരാൾ ഹജ്ജ് പോയാൽ അത് ഉലുവല്ല. എന്നാൽ അതിന് ബാധ്യതപ്പെടാത്ത ഒരാൾ ആളുകളിൽ നിന്ന് ഇരന്നു വാങ്ങിയ കാശുമായി ഹജ്ജിന് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മതത്തിലുള്ള അതിരുകവിച്ചിലായി നമുക്ക് പറയാം. ഇസ്ലാമികമായ വേഷം പുരുഷനും സ്ത്രീയും അണിയുന്നു എന്നത് ഒരിക്കലും തന്നെ ഇസ്ലാമിലുള്ള അതിരുകവിച്ചിലല്ല. എന്നാൽ ഇസ്ലാമിക വേഷത്തിന്റെ അപ്പുറത്തേക്ക് പോയി ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അതിനെ മാത്രമേ നമുക്ക് ഒലുവ് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ സഹോദരങ്ങളെ. അപ്പോൾ മതത്തിന്റെ പേരിൽ വെച്ചു കെട്ടിയതിനെയാണ് നമ്മൾ ഒലുവ് എന്ന് പറയുന്നത്. ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ ഇദ്ദയിരിക്കണമെന്നത് ഇസ്ലാമിന്റെ തത്വമാണ്. ഇദ്ദയിരിക്കുക എന്നത് അതിരുകവിച്ചിലല്ല. എന്നാൽ ആ ഇദ്ദയിരിക്കുന്ന സ്ത്രീ വെള്ളവസ്ത്രം തന്നെ ധരിക്കണമെന്ന് വാശി പിടിച്ചാൽ അത് മതത്തിലുള്ള അതിരുകവിച്ചിലാണ്. അവിടെ ലൈറ്റ് ഇടാൻ പാടില്ല, ഇരുട്ടിൽ തന്നെ കഴിയണമെന്ന് പറഞ്ഞാൽ അത് ഒലുവാണ്. അതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ, അവിടെ ആ രൂപത്തിൽ നടക്കുന്ന വെള്ളവിരിപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് ഒലുവാണ്. പക്ഷേ ഇരിക്കുക എന്നത് എന്തല്ല, മതത്തിലുള്ള അതിരുകവിച്ചിലല്ല. അതുപോലെ തന്നെയാണ് വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും. അവിടെ മഹർ എന്നത് ഒലുവല്ല, സ്ത്രീധനമാണ് അവിടെയുള്ള ഒലുവ് എന്ന് മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഞാനിത് പറയാൻ കാരണം ഈ ഇസ്ലാമിനെ പറ്റി ഇതൊരു അതിരുകവിച്ചിലിന്റെയും ഇതൊരു തീവ്രതയുടെയും മതമാണ് എന്ന് ശത്രുക്കൾ എന്നോ ആരോപിക്കാൻ തുടങ്ങിയതാണ്. അതൊരിക്കലും സമുദായം ഏറ്റെടുത്തുകൊണ്ട് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുടെ അടുക്കൽ 3 ആളുകൾ വന്ന സന്ദർഭം നമുക്കെല്ലാവർക്കും പരിചിതമായ കാര്യമാണ്. 3 ആളുകൾ വന്നുകൊണ്ട് ചോദിച്ചല്ലോ പ്രവാചകന്റെ ഇബാദത്തുകളെ സംബന്ധിച്ച്, വിശദീകരിച്ചു കൊടുത്തു. കേട്ടപ്പോൾ അവർക്ക് തോന്നി അതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, നമ്മളും പ്രവാചകനും എവിടെ നിൽക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഇതിലേറെ ചെയ്യണം എന്നവർ തീരുമാനിച്ചു. ഖാല അഹദുഹും, അവരിൽ ഒരുത്തൻ പറഞ്ഞു, അമ്മാ അന ഫഉസല്ലി അല്ലൈല അബദ, ഇനി ഞാൻ നമസ്കരിക്കും, രാത്രി മുഴുവൻ നമസ്കരിക്കും. വഖാല അൽ-ആഖർ, മറ്റൊരുത്തൻ പറഞ്ഞു, വഅന അസൂമു ദഹ്റ അബദ വലാ ഉഫ്തിറു, ഞാൻ കൊല്ലം മുഴുവൻ നോമ്പ് നോൽക്കും, ഒരിക്കലും നോമ്പ് മുറിക്കില്ല. വഖാല അൽ-ആഖറു വഅന അഅ്തസിലു നിസാഅ ഫലാ അതസവ്വജു അബദ, ഇനി ഞാൻ വിവാഹം കഴിക്കുകയേയില്ല എന്ന് മൂന്നാമനും തീരുമാനിച്ചു. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, അവരിലേക്ക് പ്രവാചകൻ കടന്നു വന്നു. ഫഖാല, എന്ന് പറഞ്ഞു, അൻതുമുൽ ലദീന ഖുൽതും കദാ വകദാ, ഈ പ്രകാരമൊക്കെ നിങ്ങളാണോ പറഞ്ഞത്? അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു ലാകിന്നി അസൂമു വഉഫ്തിറു വഉസല്ലി വഅഖ്ദു വഅതസവ്വജു നിസാ, ഞാൻ നിങ്ങളെക്കാളും തഖ്വയുള്ളവനാണ്, അല്ലാഹനെ പേടിക്കുന്നവനാണ്. എന്നാൽ ഞാൻ എന്ത് ചെയ്യും? നോമ്പ് നോൽക്കും, നോമ്പ് മുറിക്കുകയും ചെയ്യും. ഞാൻ നമസ്കരിക്കും, ഉറങ്ങുകയും ചെയ്യും. ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ സുന്നത്ത് ആര് സ്വീകരിച്ചിട്ടില്ലയോ, ഒഴിവാക്കിയോ, അവർ എന്നിൽപ്പെട്ടവനല്ല. എന്താ ഒലുവ്? റസൂലുള്ള പഠിപ്പിച്ചതിന്റെ അപ്പുറത്തു പോയതിനെ പ്രവാചകൻ തിരുത്തി. ഇതിനാണ് അതിരുകവിച്ചിൽ എന്ന് പറയുക. അനവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും ഇസ്ലാമിനെതിരിൽ, ഇസ്ലാമിനെ സമ്പൂർണമായി ഇവിടെ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നതിന്റെ ഭാഗമായി എടുത്തുദ്ധരിച്ച 2 ആരോപണങ്ങളാണ്. ഒന്ന്, ഇസ്ലാം പഴഞ്ചനാണ്, അത്
പഴയതിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്നുള്ള ആരോപണം ശത്രുക്കളുടെ ആരോപണമാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആരോപണമാണ്. അതൊരിക്കലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഏറ്റെടുക്കുവാൻ പാടില്ല സഹോദരങ്ങളെ. നമുക്ക് മനസ്സിലായില്ല എന്നതിന്റെ പേരിൽ, നമുക്ക് കേട്ടുപരിചയമില്ല എന്നതിന്റെ പേരിൽ, നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചില്ല എന്നതിന്റെ പേരിൽ ഖുർആനിലും ഹദീസിലും വന്നിരിക്കുന്ന കാര്യങ്ങൾ പഴഞ്ചനാണെന്ന് പറഞ്ഞാൽ അത് ശത്രുക്കൾക്ക് വളമാവുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇസ്ലാം തീവ്രതയാണ്, ഇസ്ലാം അതിരുകവിച്ചിലിന്റെ മതമാണ് എന്നതും മുസ്ലിങ്ങളുടെ ശത്രുക്കളുടെ ആരോപണമാണ്. ആ ശത്രുക്കൾ ഒരിക്കലും സമുദായം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സഹോദരങ്ങളെ അവസ്ഥ? ഒരിക്കലും തന്നെ ഇസ്ലാമിലുള്ളതിനെ നമ്മൾ തീവ്രതയായി കാണാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് ഈ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ പരിപാടി കഴിഞ്ഞാൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തണം എന്നത്. സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രതിസന്ധികളല്ലേ? ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുറെ വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്ന് പത്രങ്ങളിലൂടെയൊക്കെ ഈ പ്രസ്ഥാനത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥ ഈ സമയത്ത് എന്ത് പരിപാടി നടത്താനാണ് എന്നൊക്കെ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടാകും. തളരാൻ പാടില്ല. ഈ മുജാഹിദ് പ്രസ്ഥാനം പ്രതിസന്ധികളെ തരണം ചെയ്ത പ്രസ്ഥാനമാണ്. പ്രതിസന്ധികളുടെ മുമ്പിൽ ഒരിക്കലും തന്നെ കുനിഞ്ഞുപോയ ഒരു സാഹചര്യം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി ഇതിന് നേരെ വന്നിരിക്കുന്ന എന്തൊക്കെ ആക്രമണങ്ങളുണ്ടോ അതിനെ ചെറുത്തു നിൽക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ പ്രസംഗ പാടവം കൊണ്ടല്ല മുജാഹിദ് പ്രസ്ഥാനം പിടിച്ചു നിന്നത്. ആളുകളെ വശീകരിക്കാൻ സാധിക്കുന്ന 1000 പ്രസംഗകരുള്ള ഒരു പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. അവരുടെ നാക്കിന്റെ ബലം കൊണ്ടോ അവരുടെ സംസാരത്തിന്റെ മാസ്മരികത കൊണ്ടോ പിടിച്ചു നിർത്തിയ ഒരാൾക്കൂട്ടമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ളത്. അതല്ലെങ്കിൽ ഇവിടെ മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും രീതിയിലുള്ള അകമഴിഞ്ഞ ഒത്താശയുടെ അല്ലെങ്കിൽ അവരുടെ തണലിൽ ജീവിച്ചതുകൊണ്ടോ അത് ഉപയോഗിച്ചതുകൊണ്ടോ അധികാരം ഉപയോഗിച്ചതുകൊണ്ടോ വളർത്തിയെടുത്ത ഒരു സമൂഹമല്ല മുജാഹിദ് പ്രസ്ഥാനം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേഡർ പാർട്ടിയെ പോലെ ഒരു കേഡർ സ്വഭാവത്തോടു കൂടി അടിച്ചമർത്തിക്കൊണ്ട് അണികളെ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനവുമല്ല മുജാഹിദ് പ്രസ്ഥാനം. അതല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണക്കാരുടെ കയ്യിലുള്ള പണം കൊണ്ട് ഒരിക്കലും തന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനം ആളുകളെ കൂടെ നിർത്തിയിട്ടില്ല. ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനം ആളുകളെ കൂടെ നിർത്തുന്ന ഘടകങ്ങളായി ഒരു കാലത്തും വർത്തിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രതിസന്ധികളെ അതിജീവിച്ചത്? ഒന്ന് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടിയത്? അതിനൊന്നാമത്തെ കാരണം തികഞ്ഞ ലക്ഷ്യബോധം നമുക്കുണ്ടായി എന്നതാണ്. നമുക്ക് ദുന്യവിയായ ഒരു കാര്യവും ഇവിടെ നേടുവാനില്ല. ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി കൗൺസിലിലും പൊതുയോഗങ്ങളിലും ആവർത്തിച്ചു പറയാറുള്ള ഒരു കാര്യം, ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്ക് പരിചയമുണ്ടാകും. അദ്ദേഹം പറയാറുണ്ട്, ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സെക്രട്ടറിയായി എന്ന കാരണത്താൽ ഏതെങ്കിലും ഒരു പ്യൂണിനെ മറ്റൊരു സീറ്റിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റൊരു സീറ്റിലേക്ക് മാറ്റാനുള്ള അധികാരം ഇതിനില്ല എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. അഥവാ ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകന്റെയും ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ദുനിയാവിലുള്ള എന്തെങ്കിലും താല്പര്യങ്ങളല്ല, മറിച്ച് പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ആ കറകളഞ്ഞ ഏകദൈവ വിശ്വാസം അതുപോലെ വളച്ചുകെട്ടില്ലാതെ ഏച്ചുകൂട്ടലില്ലാതെ ഇവിടെ പ്രബോധനം ചെയ്യാൻ മറ്റൊരു സംഘം ഇവിടെയില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരലോകത്ത് എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ, നരകമോചനം ലഭിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ സത്യം മനസ്സിൽ വെച്ചാൽ പോരാ, അത് ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതുണ്ട്. കാരണം 4 കാര്യങ്ങളില്ലെങ്കിൽ എന്റെ അവസ്ഥ പരിതാപകരമാണ്. വിശ്വാസം വേണം, അതോടൊപ്പം തന്നെ അതനുസരിച്ചുള്ള അമലു സ്വാലിഹാത്തുകൾ വേണം. അത് മാത്രം പോരാ, അത് എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണം, ഉപദേശിക്കണം. ആ രംഗത്ത് വരുന്ന സകല പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ക്ഷമിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ
ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇതാ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഹഖ് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ ബാക്കിയുള്ളവർ നഷ്ടത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അവിടെ നിർത്തിയില്ല. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം ഉൾക്കൊള്ളണമെന്ന് മാത്രമല്ല, സത്യം പറയണമെന്ന് മാത്രമല്ല, സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ തത്വമനുസരിച്ചുകൊണ്ടാണ് ഈ സത്യം പ്രബോധനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയിൽ നമ്മൾ അംഗമായിരിക്കുന്നത്. എന്തിനു വേണ്ടി നാം പ്രവർത്തിക്കുന്നു? ഒന്നാമത്തെ മറുപടി എന്റെ പരലോക മോക്ഷത്തിന് എന്നാണ് ഓരോ മുജാഹിദിന്റെയും മറുപടി. രണ്ടാമത് അതിനുണ്ടാകുന്ന ഒരു ഗുണമാണ് ഈ തൗഹീദിലേക്ക് ആളുകൾ വരുന്നു, സുന്നത്തിലേക്ക് ആളുകൾ വരുന്നു, ഇസ്ലാം ആളുകൾ പഠിക്കുന്നു എന്നത്. ഇനി നമ്മൾ ശ്രമിച്ചിട്ട് ഇത്ര ആളുകളെ കിട്ടിയതുള്ളൂ എന്നതുകൊണ്ട് ഒരിക്കലും അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രവർത്തിച്ചതിനുള്ള കൂലി നമുക്ക് കിട്ടും. എന്റെ ഉപ്പ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. ഫാറൂഖ് കോളേജിന്റെ തുടക്കകാലം, ആ തുടക്ക കാലഘട്ടത്തിൽ അതിനുവേണ്ടി കാശ് പിരിക്കുന്നതിന് വേണ്ടി ആളുകൾ എടുത്തു ചെല്ലുമ്പോ ആരും കൊടുക്കുന്നില്ല. ഒരു കോളേജിന്റെ അനിവാര്യത ആർക്കും അറിയാത്ത ഒരു കാലം. അന്ന് ബഹുമാന്യനായ അതിന്റെ നടത്തിപ്പുകാരൻ, അതിന്റെ തുടക്കക്കാരൻ ഒരു മുതലാളിയുടെ അടുക്കലേക്ക് പിരിവിന് പോയ കേസ് പറഞ്ഞു. അദ്ദേഹം എത്രയോ നില മുകളിലുള്ള ഓഫീസിലാണ് ഇരിക്കുന്നത്. ഒരു ദിവസം ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അടുത്ത ദിവസം വരും. പറഞ്ഞ ദിവസം വീണ്ടും അയാൾ സ്റ്റെപ്പുകൾ കയറി ചെന്നു. അന്ന് വീണ്ടും പറഞ്ഞയച്ചു, തിരിച്ചയച്ചു. മൂന്നാം ദിവസം വീണ്ടും പറഞ്ഞ സമയം ചെന്നു. അപ്പോ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് മടുത്തില്ലേ? ഈ സ്റ്റെപ്പ് കയറി വന്ന് മടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇല്ല, എനിക്ക് നിങ്ങൾ 5 കാശ് തന്നില്ല എങ്കിലും ഈ 3 ദിവസം ഈ സ്റ്റെപ്പ് കയറി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ റബ്ബിന്റെ കോടതിയിൽ എന്റെ രേഖയിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇനിയും നിങ്ങൾ എന്നെ പറഞ്ഞയച്ചാൽ തിരിച്ചു ഞാൻ വീണ്ടും വരും. നിങ്ങൾ എന്നാണോ കാശ് തരുന്നത് അന്നേ നിങ്ങൾക്ക് കൂലി കിട്ടുകയുള്ളൂ. പക്ഷെ ഞാൻ ചെയ്യണ പണിക്ക് നിൽക്കും കൂലി കിട്ടും. ഇതാ മുജാഹിദുകളുടെ നിലപാട്. ഒരു പരിപാടി വെച്ചു, സുന്നികളത് കലക്കിന്ന് വിചാരിക്കുക, ഒന്നുമില്ല. ആ പരിപാടി വെച്ചൊരു കൂലിണ്ട് അല്ലേ? ഒരു നന്മ മനസ്സിൽ വിചാരിക്കുകയും അത് ചെയ്യുകയും ചെയ്താൽ എത്ര ഇരട്ടിയാണ് പ്രതിഫലം അല്ലേ? സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് തികഞ്ഞ ലക്ഷ്യബോധം കൊണ്ടാണ്. ഇങ്ങോട്ട് വണ്ടി കയറിയതേ എന്തിനാ? നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഈ നടത്തത്തിനും ഈ ഇരുത്തത്തിനും ഇത് കേൾക്കുന്നതിനും കൂലി കിട്ടും വിചാരിച്ചിട്ടാണ്. വേറെ ഒരു ദുനിയാവിന്റെ എന്തെങ്കിലും 1% താല്പര്യം മുജാഹിദിന്റെ ഒരു പ്രവർത്തകനെയും പണ്ഡിതനെയും പ്രബോധകനെയും ഭരിക്കുന്നില്ല എന്നതാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് അള്ളാന്റെ സഹായം നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. മനസ്സിലാകണ്ടോ? ശരിക്കും മനസ്സിലാക്കണം. ആ ലൈനിൽ നിന്ന് എന്നൊരു പ്രവർത്തകൻ പോകുന്നുവോ അന്ന് അള്ളാഹു സഹായം സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായോ? നല്ലോണം മനസ്സിലാക്കണം. നമ്മളെ മിടുക്കൊണ്ടൊന്നല്ല ഈ കാര്യം നടക്കുന്നത്, പടച്ചോന്റെ അങ്ങേയറ്റത്തെ സഹായം കൊണ്ടാണ്. ഒന്ന്. രണ്ടാമത് എന്താ അള്ളാഹ് സഹായിക്കാൻ കാരണം എന്നറിയോ? രണ്ടാമത്തെ കാരണം പ്രമാണങ്ങളോട് സലഫുകളുടെ മാർഗരീതി അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ സമീപിക്കുന്നത്. ബഹുമാന്യനായ അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ആമുഖത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ആ തഫ്സീറിന്റെ പ്രത്യേകത? ഇത് സലഫിയങ്ങളുടെ പാതയനുസരിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു തഫ്സീറാണ് എന്നതാണ്. CN അഹ്മദ് മൗലവിയുടെ തഫ്സീർ ഒരുപാട് പ്രശംസകൾ ഏറ്റുവാങ്ങിയതാണ്. പക്ഷേ എത്ര വീടുകളിൽ ഇന്നത് വായിക്കപ്പെടുന്നുണ്ട്? എന്താ വായിക്കപ്പെടാതിരിക്കാനുള്ള കാരണം? അത് സലഫുസ് സ്വാലിഹീങ്ങളുടെ ആ പൂർണ്ണമായ മാതൃക പിൻപറ്റുന്നില്ല എന്നതാണ്. എന്നാൽ അമാനി മൗലവിയുടേതോ ഇന്നും അതാ കാലാതിവർത്തിയായി നിലകൊള്ളുന്നു. ഒരു പാരഗ്രാഫ് കഴിയുമ്പോ അവസാനം അമാനി മൗലവി പറയും, അല്ലാഹു അഅലം, അഥവാ അല്ലാഹ്ക്കറിയാം ബാക്കി. സ്വന്തം ഒരഭിപ്രായം അമാനി മൗലവി എഴുതിയിട്ടില്ല. സലഫുകൾ എങ്ങനെയാണോ ആയത്തിനെ മനസ്സിലാക്കിയത്, ഹദീസിനെ ഉൾക്കൊണ്ടത്, അതുപോലെ മനസ്സിലാക്കി. അതെ, ഏത് മലവെള്ളപ്പാച്ചിലും പിടിച്ചു നിൽക്കുന്നവരാണ് മുജാഹിദുകൾ. പ്രമാണങ്ങളെ ഒരു നിലക്കും തന്നെ സ്വന്തം യുക്തിക്കോ ബുദ്ധിക്കോ അനുസരിച്ച് ഒരിക്കലും വ്യാഖ്യാനിക്കുകയില്ല എന്ന് ഉറപ്പുള്ളവരാണ് മുജാഹിദുകൾ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുവാനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്താ അറിയോ? വിജ്ഞാനത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകി എന്നതാണ്. വിജ്ഞാനത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകി എന്നതാണ്. ചെറിയ കുട്ടികൾക്ക് വേണ്ടി കേരള നദുവത്തുൽ മുജാഹിദീന്റെ കീഴിൽ മദ്രസ സംവിധാനവും ആ മദ്രസ കഴിഞ്ഞ കുട്ടികൾക്ക് കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന പേരിലുള്ള CRE എന്ന പഠന സംവിധാനവും, ബഹുജനങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന സംവിധാനവും, മാസത്തിലൊരിക്കൽ വൈജ്ഞാനികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി വിജ്ഞാനവേദികളും
കൃത്യമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടുന്നു, പടച്ച തമ്പുരാന്റെ സഹായം നമുക്ക് കിട്ടുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ വേദികളിലേക്ക് ആളുകൾ ഒഴുകി വരുന്നു. ഇത് നമ്മുടെ പവർ കൊണ്ടല്ല, വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികത കൊണ്ടാണ്, ഹദീസിന്റെ മാസ്മരികത കൊണ്ടാണ്. അത് പറച്ചിലെന്ന് നമ്മൾ നിർത്തിയോ, അത് ചാഞ്ഞും ചരിഞ്ഞും പറയാൻ എന്ന് തുടങ്ങിയോ, ആളുകൾ വേറെ ഷഡ് അന്വേഷിച്ചു പോകും. ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാരണം അതാണ്. നാലാമത്തെ കാരണം എന്താണെന്നോ, നമ്മൾ അടങ്ങിയിരിക്കാറില്ല. ആ പ്രബോധകന്മാരുടെ, ആ പ്രവാചകന്മാരുടെ പിന്മുറക്കാരായി തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി എന്ന് പറഞ്ഞല്ലോ. അഥവാ ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ ആഖിറത്തിന്റെ ഒരു കാര്യത്തിൽ നമ്മൾ ഭാഗവാക്കാകും. അതെ, ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ വിരമിച്ചാൽ മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകും. ഒരു നിലക്കും നമ്മൾ വെറുതെ നിന്നിട്ടില്ല. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ 10 വർഷത്തെ കൃത്യമായ ചിട്ടയായ ആ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, സമുന്നതനായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരാള് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു? ഒരു ക്യാമ്പയിൻ കഴിയുമ്പോഴേക്ക് അടുത്ത ക്യാമ്പയിൻ, അത് കഴിയുമ്പോഴേക്ക് സംസ്ഥാന സമ്മേളനം, അത് കഴിയുമ്പോഴേക്ക് എക്സിബിഷൻ. ഇതിന് നിങ്ങൾക്ക് എവിടുന്നാണ് ഈ പ്രവർത്തകരെ കിട്ടുന്നത്? എവിടുന്നാണ് നിങ്ങൾക്ക് ഇതിന് സൗകര്യം കിട്ടുന്നത്? നിങ്ങളുടെ ആളുകളൊക്കെ ഇതിനു വേണ്ടി നിങ്ങൾ ശമ്പളം കൊടുത്ത് വെക്കുകയാണോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനിവിടെ സ്കൂളിലാണ്, ഞങ്ങൾ ഓരോരുത്തർക്കും ജോലിയുള്ള ആളുകളാണ്. പിന്നെ എപ്പോഴാണ് ഈ സമയം? ഞങ്ങളൊക്കെ ഒരു പരിപാടി തീരുമാനിച്ചാൽ അതൊന്ന് വിജയിച്ച് കിട്ടണമെങ്കിൽ അയാൾക്ക് അത്ഭുതമാണ്, നമ്മളും അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? സഹോദരങ്ങളെ, ഓരോരുത്തരും അവരുടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അതാണ് നമ്മുടെ കഴിഞ്ഞ എറണാകുളം സമ്മേളനം, തൗഹീദിലേക്ക് സുന്നത്തിലേക്ക്. അതുപോലെ ചങ്ങരംകുളം സമ്മേളനം, 2 സാൽവേഷനുകൾ, നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന ക്യാമ്പയിൻ, മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിൻ. മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ, ഇസ്ലാമിനെ അറിയുക, പ്രവാചകനെ അറിയുക, നാഥനെ അറിയുക, നാളെയുടെ രക്ഷക്ക്, അറിവ് സമാധാനത്തിന്. അതുപോലെ തന്നെ ഇസ്ലാം ശാന്തിയുടെ മതം എന്ന പേരിലുള്ള ലൈറ്റ് എക്സിബിഷൻ. എത്രയോ പറഞ്ഞതും പറയാത്തതുമായ ഓരോ ഡിസംബർ മാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിന്റെ അഷ്ടദിക്കുകളിലും മുടങ്ങുന്ന രീതിയിലുള്ള തൗഹീദിന്റെ ദീപപ്രഭയുമായി നമ്മുടെ പ്രബോധകന്മാർ നടക്കുകയായിരുന്നു. അതേ, പ്രവാചകന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ആ ദഅവത്തിന്റെ മാർഗത്തിൽ സജീവമായി രംഗത്തുള്ളവരെ അള്ളാഹു സഹായിക്കും. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹു നമ്മെ സഹായിച്ചത്. ഇതിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകുന്ന നിമിഷം മതി സഹോദരങ്ങളെ, പടച്ച തമ്പുരാൻ നമ്മളെ എടുത്തെറിയും. അറബിക്കടലിലേക്കല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിന്റെ പേരിലല്ല, ഈ പറഞ്ഞ വിഷയങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഒരിക്കലും പ്രബോധനത്തിൽ നിന്നും ദഅവത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായാൽ അള്ളാഹു ഒരിക്കലും നമ്മളെ പരിഗണിക്കുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ശക്തമായ നീക്കം, ഇങ്ങനെയാണ് നമ്മൾ പ്രതിസന്ധികളെ തരണം ചെയ്തത്. പക്ഷേ ഈ ശക്തമായ നീക്കത്തെ ശത്രുക്കൾ എന്നും എതിർത്തു പോന്നിട്ടുണ്ട്. നമ്മളൊരു പരിപാടി പ്രഖ്യാപിച്ചാൽ അത് വിജയിക്കുമെന്ന് അവർക്കറിയാം. മാത്രവുമല്ല, ഒരുപാട് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുമെന്നറിയാമെന്ന് മാത്രമല്ല, അതിന്റെ അനുഭവങ്ങൾ അവർ കണ്ടതാണ്. അതുകൊണ്ട് ഇതിനെ എതിർക്കാൻ വേണ്ടി പല രീതിയിലുള്ള പരിശ്രമങ്ങളും ശത്രുക്കൾ നടത്തി നോക്കാറുണ്ട്. ഇതിന്ന് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി ഈ പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ തന്നെയാണ്. ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളാണ്, അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ കാത്തുനിന്നു. അവർ വലിയ ഭീഷണി പറഞ്ഞിരുന്നു, ഇതാ ഞങ്ങളെ പുറത്താക്കിയാൽ നിങ്ങൾ വട്ടപൂജ്യമായിരിക്കും എന്നാണ് അതിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി അന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പറഞ്ഞത്. പക്ഷെ എന്ത് സംഭവിച്ചു? വട്ടപൂജ്യമായി. പക്ഷേ KNM അല്ല ആയത്, അവരാണ് ആയത് എന്നതാണ് ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കണ്ടത്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അന്ന് തന്നെ അവർ പൊട്ടിച്ച ഒരു വെടിയുണ്ട്. എന്താ അന്ന് അവർ വെട്ടിച്ച വെടി? എന്താണ്? ഇതാ KNM അന്ധവിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്, ജിന്നുബാധയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് 2001-2002 കാലഘട്ടങ്ങളിൽ MI മുഹമ്മദ് അലി സുല്ലമി ഇറക്കിയ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ആ പുസ്തകത്തിലൂടെ അദ്ദേഹം തെളിവുകൾ വെച്ചുകൊണ്ട് സമർത്ഥിക്കുകയായിരുന്നു. മൻഹജുസ് സലഫ് എന്ന് പറഞ്ഞ് ഇതാ സൗദി അറേബ്യയിലുള്ള കുറെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇവരുള്ളത് എന്നാണ് അന്ന് തന്നെ 10 വർഷം മുമ്പ് അവർ പറഞ്ഞു നോക്കിയത്. പക്ഷേ വിലപ്പോയില്ല. തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന
നമ്മുടെ ശക്തമായ പ്രമേയവുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോ അതൊക്കെ ഒലിച്ചുപോയി, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സാൽവേഷൻ വന്നു. ആദ്യം പറഞ്ഞു നോക്കി, എന്ത് സാൽവേഷൻ വന്നപ്പോ പറഞ്ഞു നോക്കി, എക്സിബിഷൻ ഒക്കെ ഇസ്ലാമിൽ മാതൃക ഉണ്ടോ, എന്താ ഇതൊക്കെ എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ സാങ്കേതികമായ സൗകര്യങ്ങൾ, ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കണമെന്ന് ശബാബിലൂടെ ലേഖനം എഴുതിയും അതുപോലെ തന്നെ പ്രമേയങ്ങൾ പാസാക്കിയും സെമിനാറുകളിലൂടെ പ്രസംഗിച്ചും സമയം തള്ളി നീക്കിയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ KNM-ന്റെയും ISM-ന്റെയും ഒക്കെ പ്രവർത്തകന്മാർ ആണത്തത്തോടുകൂടി കടന്നു വരികയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആധുനിക സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഹലാലായ മാർഗത്തിൽ, ഇസ്ലാമിന്റെ പ്രബോധന മാർഗത്തിൽ ഉപയോഗിക്കുക എന്നത് ധീരമായി നമ്മൾ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോഴോ അത് കേരളം മുഴുവൻ തടമ്പാട്ട് താഴത്തേക്ക് ഒഴുകുകയാണ്, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് എനിക്കിന്നും ഓർമ്മയുണ്ട്, കാസർഗോഡ് അബ്ദുസ്സലാം സുല്ലമി പ്രസംഗിച്ച ഒരു ക്ലിപ്പുള്ള ഒരു CD നാട് മുഴുവൻ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. നാട് മുഴുവൻ ഇട്ടിട്ട് പറഞ്ഞു, ഇതാ ജിന്നിലേക്കും സിഹറിലേക്കും കൊണ്ടുപോവുകയാണ്, കണ്ടില്ലേ എന്നും പറഞ്ഞ് ചില പ്രബോധകന്മാരുടെ ഏതോ സമയത്ത് ഇൻഡോറായി നടത്തിയ പരിപാടികളുടെ ഭാഗമായിട്ടുള്ളത് അവരിട്ടുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ കണ്ടത്. സഹോദരങ്ങളെ, അവിടെയും പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ആദ്യം നമ്മൾ അത് അവഗണിച്ചു, പിന്നീട് കൃത്യമായ മറുപടി കൊടുത്തു. മറുപടി കൊടുത്തതോടുകൂടി അതും മടക്കി കെട്ടി അവർ തിരിച്ചുപോയി. രംഗം വീണ്ടും ശാന്തമായി. അന്ന് പറഞ്ഞ ആരോപണം വീണ്ടും അവർ എടുത്തുപോയി. പിന്നീട് എറണാകുളത്ത് നടന്നു, പിന്നീട് പ്രബോധന പ്രവർത്തനങ്ങൾ അനവധി നടന്നു. അവസാനമതാ ലൈറ്റ് എക്സിബിഷൻ പരിപാടി വരെ ഗംഭീരമായ രീതിയിൽ നടന്നു. ആ ആരോപണങ്ങൾ കൊണ്ടൊന്നും ഈ പ്രവർത്തനങ്ങളെ തളർത്താൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ ഓരോ പരിപാടി നമ്മൾ പ്രഖ്യാപിച്ചോ, അപ്പൊ വീണ്ടും അതേ കടലാസൻ എന്ത് ചെയ്യും, എടുത്തുകൊണ്ടുവന്ന് വീണ്ടും അതേ ക്ലിപ്പിങ്ങുകൾ തന്നെ ഇട്ട് ഒന്നുകൂടെ പയറ്റി നോക്കും. ഇപ്പൊ നമ്മൾ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോ ഈ സമ്മേളന പ്രവർത്തനങ്ങൾ വസുവാസിലാക്കാൻ വേണ്ടി ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് വീണ്ടും ജിന്നും സിഗറും എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി വീണ്ടും അവർ ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഈ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ ശബാബാണ് എന്റെ കയ്യിലുള്ളത്. ഈ ശബാബ് ഒക്ടോബർ 19-ാം തീയതി ഇറങ്ങിയ ശബാബാണ്, ഈ അടുത്തിറങ്ങിയ ശബാബാണ്. ഈ ശബാബിന്റെ അവസാന പേജ് നോക്കൂ നിങ്ങൾ. ബഹുമാന്യനായ CP ഉമർ സുല്ലമിയാണ് ഇതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ, നവോത്ഥാനത്തിന്റെ പേരിൽ ജീർണത പ്രചരിപ്പിക്കരുത്, CP ഉമർ സുല്ലമി എന്നാണ് ഈ വാർത്തയുടെ ഹെഡിങ്. ഇതിൽ വന്നൊരു വാചകം നോക്കൂ നിങ്ങൾ. കേരള മുസ്ലിം സമൂഹം തള്ളിക്കളഞ്ഞ ജിന്നുബാധ, സിഹുറുബാധ തുടങ്ങിയ അന്ധവിശ്വാസങ്ങളെ പുനരാനയിച്ച് നവോത്ഥാന പാതകളെ കഴിഞ്ഞ 10 വർഷമായി മലീമസമാക്കുന്നവർ കടുത്ത അനീതിയാണ് കാട്ടുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ പറഞ്ഞു. അതേ ആവർത്തനം ഇതുവരെ പറഞ്ഞത്. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അന്ധവിശ്വാസത്തിന്റെ ഒരു 10 പതിറ്റാണ്ട് എന്ന് പറഞ്ഞ് ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രവർത്തകന്മാരെ പിന്തിരിപ്പിക്കുവാനും ആശയക്കുഴപ്പമുണ്ടാക്കുവാനും ദിശ തിരിച്ചുവിടുവാനും വേണ്ടി ഒരു പ്രമേയം ഉണ്ടാക്കിക്കൊണ്ട് അവരെ സമ്മേളനം 2013 മാറ്റിവെച്ച് വീണ്ടും ഇതേ വിഷയം വെച്ചുകൊണ്ട് ഒരു പ്രമേയവും വെച്ച് ഇറങ്ങിയിരിക്കുകയാണ് സഹോദരങ്ങളെ. ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം പിറകോട്ട് പോവുകയില്ല, ആരോപണങ്ങൾക്ക് മുമ്പിൽ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പിറകോട്ട് പോവുകയില്ല എന്ന് തന്നെയാണ്